ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ വന്നിരിക്കാൻ നല്ലൊരു സുഖമാണ് കേട്ടോ. പ്രത്യേകിച്ച് സൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നും ഇപ്പം അധിക നേരം അവിടെ ഇരുന്ന് ആസ്വദിക്കാനുള്ള സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ കിച്ചണിലോട്ട് വന്നു കേട്ടോ. കിച്ചണിലോട്ട് വന്നാൽ ഫസ്റ്റ് തന്നെ എപ്പോഴും ചെയ്യുന്ന പണിയാണ്. പാലിൻ്റെ പാത്രം ഉണ്ടാവും. അത് നമ്മൾ രാവിലെ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് പിന്നെ വേറൊരു ബോട്ടിൽ പാൽ അപ്പോഴത്തേക്കും അവിടെ റെഡിയായി ഉണ്ടാവും. അപ്പം പാലിൻ്റെ പാത്രം ഒന്ന് കൊണ്ടുവയ്ക്കാനുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പിന്നെ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പം കുറച്ച് മുളപ്പിച്ച പയർ ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഇട്ട് വെച്ചതായിരുന്നു. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ കുറച്ച് മുളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടി ഒന്ന് റെഡി ആവാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ടിഷ്യൂവിൽ പൊതിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ആ ഒരു ടിഷ്യൂയുടെ നനവിൽ അത് അങ്ങനെ റെഡിയായിട്ട് കിട്ടിക്കോളും. പിന്നെ അടുത്തതായിട്ട് നോക്കുന്ന കാര്യമാണ് എന്തെങ്കിലും മാവുണ്ടാവും. ഇപ്പം ഇഡ്ഡലിയോ ദോശയോ ഇനിയിപ്പോൾ വെള്ളപ്പമൊക്കെ. ഇതിപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവാണ് കേട്ടോ അരച്ച് വെച്ചത്. അത് റെഡി ആയിട്ടുണ്ടോ നോക്കും. കാരണം അതൊരു ടെൻഷനായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ രാവിലെ ഈ ഒരു കാര്യം റെഡി ആയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനെ മാറ്റി ചിന്തിച്ച് കുറച്ച് സമയം പോകുമല്ലോ. അപ്പം അത് റെഡി ആയിട്ടുണ്ടോ എന്ന് ആദ്യം നോക്കും. പിന്നെ കുറച്ച് വെള്ളം കുടിക്കും. രാവിലെ എഴുന്നേറ്റാൽ എപ്പോഴും ഞാൻ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ. അപ്പം ആദ്യം ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. ആ ഒരു പച്ചവെള്ളം കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പച്ചവെള്ളമാണ് കുടിക്കാറ് കേട്ടോ. അപ്പം പിന്നെ അത് കുടിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു എന്തോ ഒരു മിസ്സായ പോലെ തന്നെയാണ് രാവിലെ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മുടെ പരിപാടി അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഒരു സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പത്തിന്. അപ്പം അധികവും നമ്മൾ തേങ്ങാപ്പാൽ, അതായത് ഒഴിച്ച് ബാക്കി നമ്മൾ 3 പേരും തേങ്ങാപ്പാൽ ആണ് കേട്ടോ അധികം കഴിക്കാറ്. അപ്പം ഉള്ളതുകൊണ്ടും പിന്നെ കുട്ടികൾക്ക് സ്കൂൾ ഇന്ന് തന്നെ കൊടുക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു കറി അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. നല്ല തിന്നായിട്ട് ഇതുപോലെ 2 ഉരുളക്കിഴങ്ങ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഉള്ളിയും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഇത് രണ്ടും കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നല്ല തിന്നായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അധികം ടൈമൊന്നും ഇതിന് വേണ്ടി വരില്ല. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഞാനൊന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അപ്പമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ അതിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം കുട്ടികൾക്കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ആദ്യം ഒരു സെറ്റ് ആക്കിയിട്ട് പിന്നെ രണ്ടാമത് ഒന്നും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. കുറച്ച് മുളക് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഒരു പച്ചമുളക് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ കറിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെള്ളപ്പം ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേങ്കിലും എപ്പോഴാണെങ്കിലും ആദ്യം ചൂടുന്ന വെള്ളപ്പം ഒരിക്കലും റെഡിയായി കിട്ടില്ല. അത് ഫ്ലോപ്പായി പോകും കേട്ടോ. ചിലപ്പം പൂരി അങ്ങനെ ആവാറുണ്ട്. പക്ഷേ പൂരിനേക്കാളും അപ്പമാണ് ഇങ്ങനെ ആയി കിട്ടാറ് കേട്ടോ. ഒരിക്കലും റെഡിയാവില്ല അത്. ഇനിയിപ്പോൾ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യത്തെ അപ്പത്തിൻ്റെ പ്രശ്നം ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങാപ്പാലും കൂടെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പോൾ കറിക്കും വേണം, അല്ലാണ്ട് നമുക്ക് അപ്പത്തിന് കൂട്ടാനും വേണം. അപ്പം കുറച്ച് കട്ടിയിട്ട് തന്നെയാണ് കേട്ടോ തേങ്ങാപ്പാൽ എടുക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പത്തിൻ്റെ കൂടെ. അതുപോലെ ഇടിയപ്പം അതിൻ്റെ കൂടെയൊക്കെ. പിന്നെ പത്തിരിയുടെ കൂടെ കഴിക്കാമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിലും പത്തിരിയുടെ കൂടെ തന്നെ ഇതുവരെ ട്രൈ ആക്കി നോക്കിയിട്ടില്ല. അപ്പം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ കുറച്ച് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് ഇത്ര കട്ടി വേണമെന്നില്ല, വേണമെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കട്ടി കുറയ്ക്കാം കേട്ടോ. അപ്പം തേങ്ങാപ്പാലാണ് നമ്മുടെ ഈ കറി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള കറിയാണ് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഫുഡെല്ലാം കുറച്ചെല്ലാം റെഡിയാക്കിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും അവർക്ക് ഫുഡെല്ലാം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവരെ കഴിപ്പിച്ചു. പിന്നെ കൂടെ ഞാനും പോകണം കേട്ടോ സ്കൂളിലാക്കാൻ. അപ്പം അതിനിടയ്ക്ക് സ്കൂളിൽ പോകാനുണ്ട്. അപ്പോൾ അവരെ ആക്കി വന്നു. അപ്പം ഞാനും കൂടെയാണ് ആക്കി വരാറ്. വാനിൽ പോകാറുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ടൈമിൽ എത്തിക്കാൻ കഴിയില്ല. ആ ഒരു സമയം രണ്ടാളെയും കൂടെ റെഡിയാക്കി ഞങ്ങൾക്ക് വാനിൽ എത്തിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ആക്കി കൊടുക്കും. അപ്പം തിരിച്ചു വന്നു. ഇനിയിപ്പം ബാക്കി
തൊട്ട് പിന്നാലെ പോവും. അപ്പോഴത്തേക്കും കറിയും ഒരു 10 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. അപ്പം കുറച്ച് കറിക്ക് തീരെ എരിവുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം കുറച്ചും കൂടി ഒന്ന് എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകൊക്കെ ചേർത്ത് കൊടുത്തു. പച്ചമുളക് ഇനിയിപ്പോൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു എരിവ് പിടിക്കില്ലല്ലോ. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അതായത് പശുപ്പാൽ. അപ്പം തേങ്ങാപ്പാലില്ലെങ്കിൽ കുറച്ച് പശുപ്പാലൊക്കെ ചേർത്തൊന്ന് ഇതാക്കി കൊടുത്താൽ മതി. കാരണം വെള്ളം ഒഴിച്ചാൽ അതൊരു വെള്ളത്തിൻ്റെ ടേസ്റ്റ് ആയി പോകും, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് വെള്ളപ്പം കൂടെ ചുട്ടെടുക്കാനുണ്ടായിരുന്നു, അതും കൂടെ ചെയ്തെടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ലഞ്ചൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇക്കാക്ക് കൊണ്ടുപോകാനൊന്നും, അതുകൊണ്ട് തന്നെ നമ്മുടെ ലഞ്ചിൻ്റെ പണി ഇവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ലഞ്ചൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കണം. ഇനിയാണ് കേട്ടോ ഈ ഒരു യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ രാവിലത്തെ കിച്ചണിലെ സ്ഥിതി ഇതിങ്ങനെ ആയിരിക്കും എല്ലാ വീട്ടിലൊന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു ടൈമിൽ എല്ലാം കൂടെ ഇടയ്ക്ക് ഒതുക്കി വെച്ചിട്ടുള്ള ഒരു പണി നമുക്ക് നടക്കില്ലല്ലോ. അപ്പം അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഇപ്പോൾ എല്ലാവരും പോയി, ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് ഒതുക്കി ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പം ആകെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം ഞാൻ ഇവിടേക്ക് ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട്, അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ആദ്യം എല്ലാം കൂടി ഒന്ന് ഒതുക്കി ഒരു സ്ഥലത്തേക്ക് ആക്കിയിട്ട് എന്നിട്ട് ഓരോ സ്പേസ് ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ ആകുമ്പം കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെച്ചാൽ നമുക്ക് ആ ഒരു സ്പേസ് കാണുമ്പം കുറച്ച് ഒന്ന് ഒതുങ്ങുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇപ്പം കുറച്ച് മാവ് ബാക്കിയുണ്ട് കേട്ടോ, അതിപ്പം ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ആ ഒരു പണിയെല്ലാം കഴിച്ചു. ഇനിയിപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. കിച്ചണിലിങ്ങനെ പണികളൊന്നും ഒതുക്കിയാൽ തന്നെ ഒരുപാട് പണികൾ ഒതുക്കിയ പോലെയാണല്ലോ ഒന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് കിച്ചണിലെ പണികൾ തീർത്താൽ പകുതി സമാധാനമായിട്ടിരിക്കാം. അപ്പം കിച്ചണൊന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഫുഡൊന്ന് കുക്ക് ചെയ്യണമെങ്കിൽ കിച്ചണൊന്ന് ക്ലീൻ ആക്കി എടുക്കണമല്ലോ. അപ്പം രാവിലെ ഈ നമ്മുടെ പണികളോടൊപ്പം കിച്ചണും ക്ലീനായിരിക്കുന്ന ആക്കിയെടുക്കുന്ന ആൾക്കാരും ഉണ്ടാവല്ലേ. അപ്പം എൻ്റെ കിച്ചൺ ഇങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാവുക. ഞാൻ പണിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു യുദ്ധഭൂമിയായിട്ടുണ്ടാവും കിച്ചൺ. ഇനിയിപ്പം കുറേ ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചധികം സ്പേസ് എല്ലാം കിട്ടുമല്ലോ. ഇതിങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ആകെ ഒരു സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും. കിച്ചണിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പം തിരിച്ചു വരാനുണ്ട്, ലഞ്ചൊക്കെ ഉണ്ടാക്കാനുണ്ട്. അപ്പം അതിനിടയിൽ കുറച്ച് പണികൾ അകത്തൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, ഒന്ന് ഒതുക്കിയെടുക്കാനും അടിച്ചു വരാനൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ, ഇപ്പം എത്ര തുടച്ചാലും ഈ ഒരു പൊടി പോവില്ല, വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തായാലും ഇപ്പോൾ തുടച്ചാലേ പറ്റൂ, എപ്പോഴും ഇങ്ങനെ അവിടെ ഇരിക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം നമ്മൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പം അവിടേക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കാറും വേണ്ട എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ മാറ്റി വെക്കാറുണ്ടല്ലേ. അപ്പം നമ്മൾ ഏറ്റവും നമുക്കുള്ള ഒരു ഭയം എന്ന് വെച്ചാൽ മറ്റുള്ളവരെന്ത് കരുതും എന്ന ഒരു പ്രശ്നമാണല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കാതെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് നമ്മൾ സക്സസ് ആയിട്ടിരിക്കും. അതുപോലെ നമുക്കൊരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. മറ്റുള്ളവരുടെ വായടുപ്പിച്ചിട്ട് നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. അപ്പം ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക. മറ്റുള്ളവരെന്ത് കരുതും അല്ലെങ്കിൽ അവരെന്ത് പറയുന്നുള്ള ആ ഒരു കാര്യത്തെ ഓർത്ത് നമ്മൾ ഭയക്കാതിരിക്കുക. അതുപോലെ നമുക്ക് നമ്മുടെ
കുട്ടികളെ അത് ആ ഒരു രീതിയിൽ നിന്നും നമുക്ക് അവരെ മാറ്റി നിർത്താം അല്ലേ. അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിലെ ചിലപ്പം ആ ഒരു സ്റ്റേജിലൂടെ മറ്റുള്ളവരെന്ത് കരുതും എന്ന ആ ഒരു തോട്ടിലൂടെ ആയിരിക്കും ജീവിച്ച് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെങ്കിലും ആ ഒരു ചിന്താഗതിയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ ചിന്തകൾ, ഇപ്പോഴുള്ള നമ്മുടെ ചിന്തകൾ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ചോദിച്ചാൽ തിരിച്ചറിവാണ്. നമ്മളെ മറ്റൊരു വേദിയിലോ അതോ മറ്റെവിടെയെങ്കിലും നമ്മൾ പുറത്തോ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ വീട്ടിലായിക്കോട്ടെ, അവർ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്ന ആ ഒരു തിരിച്ചറിവുണ്ടല്ലോ, അവർ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയർ, ക്യാരക്ടർ എല്ലാം മറ്റുള്ളവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നൊരു ബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനുള്ള കാര്യം പറ്റില്ല. നമ്മൾ ആകെ വിക്കായി പോവും. അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമ്മൾ തന്നെ തിരിച്ചറിയുക. എവിടെയാണ് നമ്മൾ സ്ട്രെങ്ത് ആയിരിക്കുന്നത്, സ്ട്രോങ് ആയിരിക്കുന്നത്, എവിടെയാണ് നമ്മൾ വീക്കായി ഇരിക്കുന്നത്, അതൊക്കെ ഒന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളും ഒന്നും ഒരു പ്രശ്നമായിട്ടുണ്ടാവില്ല. അതുപോലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ, ഇപ്പോൾ അധികവും നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്താലും ചിലപ്പോൾ നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും. അപ്പോൾ നമ്മളതിൽ വിജയിച്ച് കാണിച്ചാൽ ചിലപ്പം ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ പോലും ചിലപ്പം ആരും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേങ്കിലും നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സക്സസ് ആവുന്ന കാര്യങ്ങൾ അല്ലാതെയോ എന്ത് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലും ഒരുപാട് പേര് നമ്മളെ തളർത്താനിരിക്കും. അപ്പോൾ നമ്മളതിനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഉയർച്ചയും നമ്മൾക്ക് ഇന്നത്തെ സാധിക്കും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ കഴിയും. അതുപോലെ നമുക്ക് നമ്മുടെ ശീലങ്ങളുണ്ടാവും, ചിലപ്പം അവരെന്ത് കരുതും എന്ന ആ ഒരു തോട്ടിനെ നമ്മൾ ഓവർകം ചെയ്ത് അതിനെ നമ്മൾ പുറത്ത് ചാടിയാൽ മാത്രമേ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് CC പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇൻഡോറിൽ കുറേ ആയി വെച്ചിട്ട്, ഇപ്പം പുറത്ത് വെയിലൊന്ന് കൊള്ളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കുറേ ഇങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഇലയ്ക്കൊരു വാട്ടമൊക്കെ വരാറുണ്ട്. അപ്പം നല്ല ബുഷിയായിട്ട് വന്നിരുന്നു, പിന്നെ എന്തോ ഇപ്പം അത് അത്ര ബുഷിയായിട്ട് നിൽക്കുന്നില്ല. അപ്പം ഒന്ന് വെയിൽ കൊള്ളിച്ചിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം കുറേ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാ പണികളും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പം ഇനിയിപ്പോൾ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുപോലെ അയലയിൽ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ വാഷ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കുറച്ച് കിച്ചണിൽ കുറച്ച് പണികളും കൂടി ഉണ്ട്. അപ്പോൾ അതും അവിടെ നിന്ന് നടക്കുമല്ലോ. ഇതിപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചിരുന്ന സ്പ്രൗട്ടാണ് കേട്ടോ. അപ്പം അത് ഏകദേശം എല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിപ്പോൾ ഉച്ചയ്ക്ക് എടുക്കുന്നില്ല. അപ്പം ഒരു ടൈറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണ്. ഇതൊരു 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, ഒന്ന് കേടാവാണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. അപ്പം അധികവും ഇതുപോലെ പയറാണ് ഇങ്ങനെ ചെയ്യാറ്. കടലയൊന്നും അങ്ങനെ ചെയ്താൽ ആ ഒരു പച്ചയിൽ കഴിക്കുന്നെന്നുള്ള ഒരു ബോധം വന്നിട്ട് പിന്നെ അത് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പയറാകുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും ഇത് തന്നെ വന്നതുകൊണ്ട് തന്നെ അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ കഴിക്കാൻ. അപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ ഈ സ്പ്രൗട്ട് കഴിക്കാൻ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് കുറച്ച് തക്കാളിയും ഉള്ളിയും കുറച്ച് ചെറുനാരങ്ങയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കഴിക്കുന്നത്. അപ്പോൾ ചിലർക്കിത് ഇങ്ങനെ അങ്ങ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും. അപ്പം ഈ ഒരു സ്പ്രൗട്ട് മുഖക്കുരുവിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒത്തിരി പിമ്പിൾസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും അത് കുറഞ്ഞിട്ടില്ല. അപ്പം ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ 2-3 സമയങ്ങളിൽ ഈ ഒരു സ്പ്രൗട്ട് കഴിക്കാൻ. ഒരുപാടൊന്നും കഴിക്കേണ്ട, ഒരു 2-3 ടേബിൾ സ്പൂണോ കഴിക്കാൻ, രാവിലെയും രാത്രിയും ഒക്കെ ആയിട്ട് കഴിക്കാൻ. അപ്പം അന്നപ്പോൾ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എനിക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇപ്പം ഒരു റെസിപ്പി പറഞ്ഞു തന്നു, അതിന് ശേഷം കഴിക്കാറുണ്ട് കേട്ടോ. ആ ഒരു ചെറുനാരങ്ങയുടെ ആ ഒരു പുളിപ്പും ഒക്കെ വരുമ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ഫ്ലവേഴ്സൊക്കെ കുറച്ച് ദിവസങ്ങളല്ല, കുറച്ച് കാലങ്ങളായിട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം എന്തോ കുറച്ച് തിരക്ക് കാരണങ്ങളും മടി കാരണങ്ങളാലും അതങ്ങനെ പോയിട്ടോ, വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫ്രഷ് ഫ്ലവേഴ്സാണ് ഈ ഒരു പോട്ടിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. ഒരു തവണ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഫ്രഷ് ഫ്ലവേഴ്സ് ആകുമ്പം അത് ചീത്തയാകുമ്പോൾ ഒരു സങ്കടമാണ്. പിന്നെ കുറേ കാലം നിൽക്കില്ലല്ലോ. ഇതാവുമ്പോൾ പിന്നെ ഇതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതവിടെ ഇരുന്നോളൂ. അപ്പം ഇതൊരു തുളി ഫ്ലവറാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് രണ്ടും. ഇത് പിടിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു സുഖം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഈ ഒരു ബോട്ടിൽ ഈ ഒരു ഫ്ലവറും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാലി ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ചിലപ്പോൾ ഒരു ആവശ്യം ഉണ്ടാവില്ല. അപ്പം
പിന്നെ കുറേ കാലം കഴിയുമ്പം അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യമൊക്കെ വരും. അപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായിട്ട് ബോട്ടിൽ ആർട്ട്സോ ആർട്ടായിട്ടോ അതുപോലെ ഇങ്ങനെ ഫ്ലവർ എന്തെങ്കിലും ചെടികളോ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനൊക്കെ പറ്റും. എന്ത് തൊട്ടാലും കൈ കഴുകുന്ന ഒരു ശീലം ഉള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു ടവൽ കിച്ചണിൽ മസ്റ്റാണ്. അതുകൊണ്ട് ടവലില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോഴത്തേക്കും കുട്ടികളൊക്കെ വരാനായിട്ടുണ്ട്. ഉച്ച വരെയാണ് അവരുടെ സ്കൂള്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ലഞ്ച് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനുമാണ്. അപ്പോൾ ഫ്രൈഡ് റൈസ് എഗ്ഗ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ഇടുന്നില്ല. അതുപോലെ നമ്മുടെ ഫ്രൈഡ് റൈസ് സോസ് ഒന്നും ഉപയോഗിക്കാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം അധികം സോസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാത്തതാണല്ലോ നല്ലത്. അത് നമുക്കും അങ്ങനെ തന്നെയാണല്ലോ. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ആണല്ലോ ഏറ്റവും ബെസ്റ്റ്. അപ്പം ഹെൽത്തി ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനാണെങ്കിൽ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ചിക്കനൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആദ്യം തന്നെ കുറച്ച് കുരുമുളകൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സി ചെറിയൊരു പണി തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇടിച്ചും പൊടിച്ചൊക്കെ എടുക്കണം. അല്ലെങ്കിൽ കുറച്ചധികം പൊടിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വേണം. അപ്പോൾ ഈ ഒരു വെളുത്തുള്ളി അത്ര ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു വെളുത്തുള്ളിയാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ചൈനയുടെ വെളുത്തുള്ളിയാണെന്ന് തോന്നുന്നു. അപ്പം ഇത് കുറച്ചധികം ഇട്ടാലേ ഇതിന് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ഇപ്പോൾ 2 ടൈപ്പ് വെളുത്തുള്ളി ഉണ്ടല്ലോ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട്. അപ്പം കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതെല്ലാം ഒന്ന് പേസ്റ്റാക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം ചിക്കനിലോട്ട് കുരുമുളക് പൊടിയും നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്ത് ഒന്ന് തിരുമ്മി എടുക്കണം. അപ്പം കുറച്ചധികം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നോൺ വെജ് ആകുമ്പം നമ്മൾ ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചി അധികമാകുമ്പം ഭയങ്കരമായിട്ടൊരു കുത്തൽ വരുമല്ലോ. വെളുത്തുള്ളി എത്ര ഇടുന്നോ അത്രയും ടേസ്റ്റ് വരും. സ്വതവേ നമ്മൾക്ക് വെളുത്തുള്ളി തൊലി കളയാനൊക്കെ ഭയങ്കര മടിയായിരിക്കുമല്ലോ. അപ്പം അത് ആ ഒരു മടി ഒഴിവാക്കിയിട്ട് വെളുത്തുള്ളി ഒരുപാടിട്ട് നോൺ വെജ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മിയെടുക്കുന്നുണ്ട്. പിന്നെ ഈയിടെയായിട്ട് കുറച്ചധികം എവിടെയൊക്കെയോ ഒരു മറതി കാരണം എന്നോട് ഒരു ചെറിയ തെറ്റ് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഈ ഒരു മസാല വെച്ച് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങി. പിന്നെയാണ് ഓർത്തത് ചിക്കനിൽ ഫുള്ള് മാരിനേറ്റ് ചെയ്യാനുള്ള ഇനിയും മസാലകൾ ബാക്കിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മാരിനേഷൻ ഫുള്ളായിട്ടില്ല. അപ്പോൾ പിന്നെ ആ ഒരു ഓയിൽ ഞാൻ വീണ്ടും കോരിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു മാരിനേഷൻ ബാക്കി കൂടെ ചെയ്യുന്നത്. അതാണ് ചിക്കന് ഈ ഒരു കളറ്. അപ്പോൾ ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട്. ചെറിയ മുട്ട ആണെങ്കിൽ 2 എണ്ണമൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവറും പിന്നെ ഒരു 3.5 ടേബിൾ സ്പൂണോളം മൈദയും കൂടി ചേർത്തിട്ട് കുറച്ച് ഒലീവ് ഓയിലാണ് കേട്ടോ ഫ്ലേവറിന് ഒഴിക്കുന്നത്. ഇതെല്ലാം കൂടി തിരുമ്മിയിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒലീവ് ഓയിലാകുമ്പം ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഒലീവ് ഓയിൽ യൂസ് ആക്കിയത്. ഇനിയിപ്പോൾ നമുക്കിത് സമയമുള്ള പോലെ വെക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അത്ര സമയമില്ല, അതുകൊണ്ട് ഞാൻ ഒരുപാട് ടൈമൊന്നും വെക്കുന്നില്ല, കുറച്ച് സമയം വെക്കുന്നുള്ളൂ. അപ്പോഴത്തേക്ക് എനിക്ക് കുട്ടികളൊന്ന് കൂട്ടി വരാനുണ്ട്. അങ്ങനെ അവരൊക്കെ കുട്ടികളൊക്കെ കൂട്ടി വന്നു കേട്ടോ. ഇനിയിപ്പം നമ്മുടെ ബാക്കി ലഞ്ചിൻ്റെ പണി തുടങ്ങണം. അപ്പോൾ
ഇനിയിപ്പം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മുടെ ചിക്കന് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട്. ചില റെസിപ്പീസ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഒരു വെറും ചോറും കറികൾ ഒക്കെ കുറേ ഉണ്ടാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ചില റെസിപ്പീസ്, അതായത് റൈസ് വിത്ത് മീറ്റോ അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചോറുണ്ടാക്കി കറികളുണ്ടാക്കി അതിന് വേണ്ട പേരുകളുണ്ടാക്കി അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും ബെസ്റ്റ് ചില സാധനങ്ങൾ ഇതുപോലെ ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ കഴിയുമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം ചിക്കൻ അവിടെ നിന്ന് കുക്കാവട്ടെ, ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റൈസൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഭാഗം കൂടി ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട്. സിമ്പിളായിട്ട് കഴിയുന്ന എളുപ്പത്തിൽ കഴിയുന്ന ഒരു പണിയാണ് കേട്ടോ ഈ ഒരു ചില്ലി ചിക്കനൊക്കെ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടപ്പേന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു സമയത്ത് നമ്മുടെ റൈസൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റൈസിലോട്ട് വെള്ളവും പിന്നെ കുറച്ച് ഓയിലും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബസുമതി റൈസിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മുടെ ഫ്രൈഡ് റൈസ്. അപ്പം ആ ഒരു റൈസിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം എൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് വരുന്നത് ഒരു 2 വിസിൽ, അതായത് ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് ഞാൻ ഈ റൈസ് കുക്ക് ചെയ്യാനെടുക്കുന്ന ടൈം. അപ്പോൾ ഓരോ കുക്കറും ഓരോ വ്യത്യാസം ഉണ്ടാവും നമ്മുടെ ആ ഒരു കുക്കിംഗ് ടൈമിന്. അപ്പം അതിൻ്റെ ഇടയിലാണ് നമ്മുടെ വെജീസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രൈഡ് റൈസിനുള്ള. അപ്പം അതൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വിഗ്ഗിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. ഇവിടെ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് നമ്മൾക്ക് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അവർ ആ ഒരു ബാഗിലിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് ആ ഒരു തറയിൽ തന്നെ എല്ലാം കൂടെ ചെരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇവിടുന്ന് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി പിന്നെ റെഡിയാക്കാൻ വിചാരിച്ചു. കാരണം നമ്മുടെ ലഞ്ചിൻ്റെ സമയം കുറച്ച് വൈകുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി വെജീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. വീണ്ടും വെളുത്തുള്ളി കുറച്ചധികം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പം ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റും ഗ്രീനും രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ആദ്യം നമ്മൾ വൈറ്റാണ് ഉപയോഗിക്കുന്നത്, പിന്നെയാണ് ഗ്രീൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പം ഫ്രൈഡ് റൈസിനും കുറച്ച് ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ പിന്നെ നമ്മുടെ ചില്ലി ചിക്കൻ മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പം രണ്ടാക്കിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഇപ്പം ക്യാപ്സിക്കം ഒക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് ക്യൂബ്സ് ആക്കിയിട്ട് ആ ഒരു കുറച്ച് വലിയ പീസാക്കിയിട്ട് ഒന്ന് ആക്കിയെടുക്കാനുണ്ട്. അപ്പം ഒരുപാട് ചെറുതാക്കി എടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചില്ലി ചിക്കന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ വെജീസൊക്കെ ഏകദേശം കട്ടാക്കി എടുക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ ചില്ലി ചിക്കൻ്റെ ബാക്കി ഗ്രേവി കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള അതേ ഓയിലോട്ടാണ് ഈ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് സോട്ടാക്കിയ ശേഷം അതിലോട്ട് വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇത് എല്ലാം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു ചൈനീസ് ഫുഡെല്ലാം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ അവർ കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ലൊരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കവും ഉള്ളിയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കുക. ഇതും ഒരുപാട് സമയമൊന്നും വേണ്ട, കുക്കിംഗ് ടൈം വളരെ കുറച്ച് മതി. ആ ഒരു ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയം ശരിക്കും ചില്ലി ചിക്കലിന് ആവശ്യമുള്ളൂ, പെട്ടെന്ന് കഴിയും. നമ്മുടെ പണിയും പെട്ടെന്ന് കഴിയും, കഴിക്കാനും ടേസ്റ്റി ആണല്ലോ. പിന്നെ ഹോം മെയ്ഡായിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കളറും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇനി 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 1.25 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഗ്രേവി നല്ല തിക്കായിട്ട് അങ്ങ് കിട്ടിക്കോളും. പിന്നെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനിയിപ്പം ഒരു തക്കാളിയുടെ പകുതി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ 2 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഞാൻ കട്ടാക്കിയിട്ടല്ല കേട്ടോ ചേർക്കുന്നത്. കുട്ടികൾക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ആ ഒരു സീഡ് ഇതിൽ വീണാൽ അവർ കഴിക്കത്തില്ല. അതുകൊണ്ട് അതിന് കട്ട് ചെയ്യാണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങും കൂടി ഇതിലോട്ട് ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ചില്ലി ചിക്കന് ഭയങ്കര റെഡ് കളർ ഉണ്ടാവില്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ഒരു ഹോം മെയ്ഡ് ചില്ലി ചിക്കനാണ്. ടേസ്റ്റിന് ഒരു കുറവുമില്ല. പക്ഷേ ഇങ്ങനെ കാണാൻ ഒരു ബ്രൗൺ കളർ, ആ ഒരു റെഡ് കളർ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ കളർ കൂടി ചേർത്താൽ മതി നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ. അപ്പോൾ നല്ലൊരു കളർ കിട്ടിക്കോളും. പിന്നെ കളർ നമ്മൾ വെറുതെ വീട്ടിലാകുമ്പോൾ നമ്മൾ ആ ഒരു കളറും കാര്യങ്ങളൊന്നും കഴിക്കേണ്ടല്ലോ. അപ്പം കുറച്ച് ആ ഒരു നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പോർഷനിലെ സ്പ്രിംഗ് ഓണിയൻ്റെ അതും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല സ്മെല്ലും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രൈഡ് റൈസിൻ്റെ പണി നോക്കാം. ഇപ്പോൾ റൈസ് നന്നായിട്ട് കറക്റ്റ് പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും കുക്കറിലാണ് വെക്കാറ്. അപ്പം നല്ല ന്യൂഡിൽസ് പോലെ കിട്ടും റൈസ്. ഇത് നമ്മുടെ പുതിയ പാനാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ ഒരു ഓഫറിൽ ഓർഡർ ചെയ്തതായിരുന്നു. ഇത് കുറച്ച് വലിയ പാനാണ്. അപ്പം നമ്മൾ അധികവും ഗസ്റ്റ് എല്ലാം വരുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട്. ഇപ്പം കുക്ക് ചെയ്യണമെങ്കിൽ രണ്ട് ടൈംസ് ആക്കിയിട്ട് ചോറെല്ലാം വെച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വലുത് വാങ്ങിച്ചതാണ്. എന്നാൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇത്ര വലുത് ആവശ്യമില്ല. ആകെ എല്ലാത്തിൻ്റെയും നടുവിലുള്ളൊരു പാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞല്ലോ സോസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പം അതിന് വേണ്ടി ഒരു ഗ്രേവി ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി 2 തക്കാളി എടുത്തിട്ടുണ്ട്. അതിലോട്ടൊരു 3-4 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളകും ചുവന്ന മുളകും കൂടി ചേർക്കുക. ചുവന്ന മുളക് എന്ന് പറയുന്നത് വറ്റൽമുളക്. അതും കൂടി എടുത്ത് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ, വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഒരു പാൻ എടുത്ത ശേഷം നമ്മൾ റൈസ് ഉണ്ടാക്കുന്ന പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലോട്ട്
കുറച്ച് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിലിടുക കേട്ടോ നമ്മുടെ ഈ ഒരു തീ. പിന്നെ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ഉള്ളി, ഒരു സവാളയുടെ പകുതിയോ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട പച്ചക്കറികളൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പം ക്യാരറ്റ്, ബീൻസ് ഒക്കെയാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് ചേർത്തിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കാം. എന്നിട്ട് ഞാൻ അതേ സെയിം പാനിൽ തന്നെയാണ് ഈ ഒരു നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ടൊമാറ്റോ ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വേറൊരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലോട്ട് ആ ഒരു ഗ്രേവി ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് മാറ്റി കൊടുത്താൽ മതി. അപ്പം ഇതൊരു വലിയ പാനായതുകൊണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇതിൽ. അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുക. ഇതിൽ തന്നെയാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ളത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുത്ത് അതിൽ ഒരു 2 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സ്ക്രാമ്പിൾഡ് എഗാക്കി എടുക്കണം. അപ്പം ഇതും നിങ്ങൾക്കിപ്പം മറ്റൊരു പാനിൽ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഈ ഒരു പാനിൽ സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ഒന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ഐറ്റംസിന് ഈ ഒരു പാന് ബെസ്റ്റായിട്ട് തോന്നി കേട്ടോ. കാരണം ഒരുപാട് പാത്രങ്ങൾ നമ്മൾ കഴുകാൻ എടുക്കണ്ടല്ലോ, ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കെല്ലാം ഒരൊറ്റ പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഫ്രൈഡ് റൈസ് ഇൻ എ 1 പോട്ട് എന്ന് പറയും. അപ്പോൾ എല്ലാം ഇതിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു എഗ്ഗും കൂടി എല്ലാം കൂടി ആക്കിയിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇനിയിപ്പം പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മുടെ റൈസും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആക്കി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു തവയായതുകൊണ്ട് തന്നെ എനിക്കിതിനെ കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കാൻ കഴിയുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റീൽ ഉപയോഗിക്കുന്നത്. അപ്പം അറിയാം സ്ക്രാച്ച് ആവുന്ന. അപ്പം അങ്ങനെ കാണുന്ന ബുദ്ധിമുട്ടായ തരത്തിൽ ഞാനിത് മിക്സാക്കി എടുക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് പാത്രത്തിൽ തട്ടാണ്ടാണ് മിക്സാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനിതൊന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ അച്ചാറിലാണ്ട് നമ്മുടെ പരിപാടിയൊന്നുമില്ല കേട്ടോ. അച്ചാറും കൂടി കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു.